നമസ്തേ. കൊല്ലം പുത്തൂർ മണ്ഡപമുക്കിൽ ഓട്ടോ ഓടിച്ചു നടന്നിരുന്ന ഒരാൾ എങ്ങനെയാണ് നാട് മൊത്തം അറിയപ്പെട്ട മുരാരി തന്ത്രിയായി മാറിയത്? ആ രൂപാന്തരത്തിന് പിന്നിൽ ആത്മീയതയല്ല, മറിച്ച് നിസ്സഹായരായ മനുഷ്യരുടെ അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്യാനുള്ള കൃത്യമായ തന്ത്രം മാത്രമായിരുന്നു. പുത്തൂർ മണ്ഡപമുക്കിൽ ഓട്ടോ ഓടിച്ചും വസ്തു കച്ചവടക്കാരനായും കല്യാണ ബ്രോക്കറായും വേഷം കെട്ടിയ മുരാരി തന്ത്രിക്ക് ആത്മീയത എന്നത് വെറുമൊരു ബിസിനസ് മാത്രമായിരുന്നു. ഈ പഴയ കാര്യങ്ങളൊക്കെ അറിയാവുന്ന നാട്ടുകാർക്കിടയിൽ മാന്യനായി വിലസാൻ ഇയാൾക്ക് തുണയായത് ഭക്തിയെ വിശ്വസിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 24 ചാനലിലെ തമ്മിൽ പരിപാടിയിൽ വന്നിരുന്ന ഇയാൾ നടത്തിയ പ്രവചനങ്ങൾ കേട്ടാൽ ഏത് ശാസ്ത്രജ്ഞനും മൂക്കത്ത് വിരൽ വെച്ചു പോകും. ശാസ്ത്രജ്ഞൻ പോലും എന്നോട് ചോദിച്ചിട്ടാണ് റോക്കറ്റ് വിടുന്നത്. കടലിനടിയിൽ കിടക്കുന്ന മുത്തുചിപ്പ് നോക്കി കണക്ക് പറയും. ഏതോ ദേവീക്ഷേത്രത്തിലെ മോഷണം പോയ സ്വർണം പ്രശ്നം വെച്ച് കണ്ടുപിടിച്ചു, 22 തന്ത്രിമാരെ മലർത്തിയടിച്ചു എന്നിങ്ങനെയുള്ള തള്ളലുകൾ കേട്ട് കൈയടിക്കുന്നവർ അറിയുന്നുണ്ടോ ഇയാൾ ഇപ്പോൾ പോലീസിനോട് കണക്ക് പറയേണ്ട അവസ്ഥയിലാണെന്ന്? ഇയാൾ കാണിച്ചു കൂട്ടിയ വിദേശ രാജ്യങ്ങളിൽ പോയി ഇയാൾ കാണിച്ചു കൂട്ടിയ തമാശകളുടെ വീഡിയോകൾ കണ്ടാൽ തന്നെ അറിയാം ഇയാളുടെ തനി സ്വഭാവം. ആൾ ഭയങ്കര റീൽ പ്രിയൻ കൂടിയാണ്. ബാധ ഒഴിപ്പിക്കാൻ എന്ന പേരിൽ അമ്മയോടൊപ്പം എത്തിയ 16 വയസ്സുകാരെ മുറിക്കുള്ളിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ തന്ത്രി വേഷത്തിന്റെ തനിനിറം പുറത്തായത്. നിലവിളിച്ചുകൊണ്ട് പെൺകുട്ടി പുറത്തേക്കൂടിയതോടെ പിൻവാതിലിലൂടെ മുങ്ങിയ തന്ത്രിക്ക് സ്വന്തം ജയിൽവാസം പ്രവചിക്കാൻ കഴിഞ്ഞില്ല എന്നത് പരിതാപകരമാണ്. നമ്മൾ ഇനി എന്ന് പഠിക്കും? രോഗം വന്നാൽ ഡോക്ടറെ കാണുന്നതിന് പകരം പ്രശ്നം വയ്ക്കാനും ബാധ ഒഴിപ്പിക്കാനും ഇങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് മക്കളെ തള്ളിവിടുന്ന മാതാപിതാക്കൾ ഇനിയെങ്കിലും ചിന്തിക്കുക. കല്ലും കടുകും മന്ത്രവും കൊണ്ട് ഒരു പരിഹാരവും ഉണ്ടാകാൻ പോകുന്നില്ല. രോഗിക്ക് വേണ്ടത് ചികിത്സയാണ്. ശ്മശാനത്തിൽ താമസിക്കുന്നവർക്കോ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സർജന്മാർക്കോ ഇല്ലാത്ത എന്ത് ബാധയാണ് ഇവർ ഒഴിപ്പിക്കുന്നത്? പണവും സുഖലോലുപതയും ലക്ഷ്യമിട്ട് ലേബലൊട്ടിച്ചു നടക്കുന്ന ഇത്തരം വ്യാജന്മാരെ തിരിച്ചറിയുക. സാക്ഷര കേരളമേ, അന്ധവിശ്വാസം വിറ്റ് കാശാക്കുന്ന മുരാരി തന്ത്രിമാരുടെ ഇരകളാകാതിരിക്കാൻ ഇനിയെങ്കിലും യുക്തിപൂർവം ചിന്തിക്കുക.